സത്യത്തിൽ ഈ ലെജൻഡറി സിംഗേഴ്സിൻ്റെ കൂടെ കുറേ ഷോസ് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ചിത്രാൻ്റിയുടെ കൂടെ ഷോസ് ചെയ്തിട്ടുണ്ട്, MG ശ്രീകുമാർ സാർ, MJ അങ്കിൾ, പിന്നെ ഗോപി സുന്ദർ സാർ, അങ്ങനെ കുറേ പേരെ കൂടെ കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചിത്രാൻ്റിയുടെ ഒക്കെ കൂടെ ഷോസ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ പാടിയ പാട്ടുകൾ അല്ലെങ്കിൽ ഞാൻ പാടിയ പാട്ടുകളുടെ ഒരു ഞാനൊരു ഷോ ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പാട്ടുകൾ വെച്ചാൽ ഞാൻ ഇതുവരെ പാടാത്ത പാട്ടുകളോ അല്ലെങ്കിൽ ഒന്ന് എല്ലാവർക്കും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നുള്ള പാട്ടുകൾ മാത്രമേ ഞാൻ റിഹേഴ്സൽ ചെയ്യുള്ളൂ. ഞാൻ എൻ്റെ പാട്ട് പാടി നോക്കാറില്ല. എൻ്റെ പാട്ട് ഞാൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ പാടി അമർ അക്ബർ അന്തോണിയിലെ പാട്ടാണെങ്കിലും അതൊന്നും നമുക്ക് ആ പാട്ടൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് നോക്കൂല. ചിത്രാൻ്റി ഐ ഹവ് സീൻ ദാറ്റ് രാവിലെ 11 മണി മുതൽ രാത്രി 12 മണി വരെ ഇരുന്ന് 33 പാട്ട് ആ ഷോയ്ക്ക് പാടുന്നുണ്ടെങ്കിൽ ഷീൽ ഡു ഓൾ ദ 32 സോങ്സ്. ഷീൽ സിങ് ഓൾ ദ 32 സോങ്സ്, അതും ഫുൾ സോങ്. ഒരു നാനന പോലും പാടില്ല, എല്ലാം പാടി, തെറ്റ് പറ്റിയില്ലെങ്കിൽ ഒന്നും കൂടെ പാടി, അങ്ങനെ പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊരു റിയലൈസേഷനാണ്. ഓക്കെ, നമ്മുടെ പാട്ടാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം എൻ്റെ പാട്ട് പാടുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് എൻ്റെ പാട്ട് പാടുമ്പോഴാണ്. അപ്പോൾ ചിത്രാൻ്റിക്ക് അങ്ങനെയല്ല. ചിത്രാൻ്റി പാടുമ്പം 11 മണി മുതൽ ഒരു വെള്ളം കുടിക്കാൻ എണീക്കും, ഫുഡ് കഴിക്കാൻ എണീക്കും, വാഷ്റൂം പോകണമെങ്കിൽ എണീക്കും. അതല്ലാതെ ചിത്രാൻ്റി അവിടെ ഇരുന്ന് പാടുക, ലൈക്ക് പാടിയ പാട്ടുകൾ തന്നെ വീണ്ടും പാടുക. അപ്പം നമ്മൾക്ക് കേൾക്കുമ്പം ഇത്രയും അവർ എത്രത്തോളം അവർ ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പം അതെന്നെ ഭയങ്കരമായിട്ട് പണ്ടേ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പം ഞാൻ മാറി. ഇപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പം എല്ലാതും ഈവൻ ഞാൻ എൻ്റെ റൂമിലിരുന്ന് എൻ്റെ പാട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പോലും ഐ വിൽ സിങ് മൈ സോങ്സ് ഓൾസോ, ലൈക്ക് ഐ വിൽ ഗോ ത്രൂ ദാറ്റ്. അതെന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്.